നമ്മളിന്ന് ഉള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഭയങ്കര ഫേമസ് ആയ ഒരു പാലസാണ്. കാര്യം നമ്മൾ മൈസൂർ പാലസൊക്കെ കണ്ടിട്ടുണ്ടാവും, അതേമാതിരി ഒരു പാലസാണ്. രാജാക്കന്മാർ ഉപയോഗിച്ചൊരു പാലസ്. ഞാൻ കണ്ടത് സത്യത്തിൽ ഒരു മൂവി ഉണ്ട്. മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസിൻസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഈ കൊട്ടാരത്തിൻ്റെ സീനറി കണ്ടിട്ടുള്ളതായിരുന്നു. കസിൻസ് എന്ന് പറയുന്ന മൂവിയിലെ കൊട്ടാരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലോഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാഡ്ജ് തരും, കയ്യിലിടാൻ ബാഡ്ജ് തരും, കയ്യിൽ കെട്ടാനായിട്ട്. പിന്നെ ആ ബാഡ്ജ് കയ്യിൽ കെട്ടിയിട്ട് ഉള്ളിലേക്ക് കയറും. ടിക്കറ്റ് കൗണ്ടറിൽ ബാഡ്ജ് നമുക്ക് ഇതുണ്ട്. ടിക്കറ്റിൽ ബാഡ്ജ് തരും. ആ ബാഡ്ജ് കെട്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യത്തിനും ക്യാമറൻ്റെ ഇതെന്നൊക്കെ എന്താ പറയുക, അവർ ടിക്കറ്റിൽ നിന്ന് പിടിക്കും. നമ്മൾ ക്യാമറ യൂസ് ചെയ്താൽ ഇന്ന് പിടിക്കും, ടിക്കറ്റിൽ നിന്ന് പിടിക്കും. അപ്പോൾ ഇത് എൻ്റെ കസിൻ പറഞ്ഞു നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കാം എന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടന്നു. അങ്ങനെ എൻ്റെ കസിൻ പറഞ്ഞു ഇവിടെ ഒരു ഓഡിയോ ടൂർ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓഡിയോ ടൂറോ, അങ്ങനെ എന്താണ് ബ്രോ? പറഞ്ഞു അത് ഫോണിൽ റെക്കോർഡിംഗ് ഉണ്ടാവും. ഓരോ സാധനങ്ങൾ ഇവിടെ ആളുകൾ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളുടെ കോഡുകൾ അടിച്ചു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളുടെ പേരുകൾ നമുക്ക് പറഞ്ഞു തരും. ആ രാജാവ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരുന്ന സാധനത്തിൻ്റെത് പഴക്കം ചെന്നതൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. എത്ര വഴക്കുണ്ട്, അത് എത്ര കൊല്ലമാണ് യൂസ് ചെയ്തത് എന്നൊക്കെ. പിന്നെ കുറേ ഫോട്ടോകൾ പതിച്ചിരിക്കുന്നു. ഏതോ ഒരു ആനയുടെ തല വെട്ടിവെച്ച് പതിച്ചിരിക്കുന്നു ചുമരിൽ. ഇതാണ് ഹാൾ. ഈ ഹാളിലാണ് എന്തെങ്കിലും മീറ്റിങ്ങോ ഒക്കെ ഉണ്ടാകുമ്പോൾ സംസാരിക്കുക. ഈ ചിത്രങ്ങളിൽ കാണുന്നത് ദസറ ആഘോഷത്തിൽ പണ്ട് കാലത്ത് എടുത്ത ഫോട്ടോകളാണ് ഈ ചുമരിൽ കാണുന്നത്. അതിൻ്റെ മുമ്പിൽ തന്നെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് പോലെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു. അങ്ങനെ ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രോ നടന്നു വരികയാണ്. ബ്രദറിനോട് പോകുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ കുറച്ചും കൂടി കാണാനുണ്ട് എന്ന് പറഞ്ഞു. രാജാക്കന്മാർ ഉപയോഗിച്ച കുറേ പാത്രങ്ങളും ഒക്കെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഫോട്ടോകളും ഒക്കെ എനിക്ക് കാണിച്ചിരുന്നു. അവസാനം പോകാനുള്ള ഗേറ്റിൻ്റെ അവിടുത്തെ ഓഫീസിൻ്റെ സൈഡ് ഭാഗത്ത് കുറച്ച് വസ്ത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അവർ ഉപയോഗിച്ചതാണോ എന്ന് സംശയം തോന്നുന്നു. ഞങ്ങൾ വാഹനമെടുത്ത് വണ്ടി തിരിക്കാനുള്ള ശ്രമത്തിലാണ്.